ഹായ് ഫ്രണ്ട്സ്, ഹാർട്ടിലെ ബ്ലോക്കിന് എല്ലാവർക്കും പേടിയാണ്. ഹാർട്ടിലെ ബ്ലോക്ക് വരുമ്പോൾ നെഞ്ചുവേദന വരുന്നു, ഹൃദ്രോഗമാവുന്നു, ഹാർട്ട് അറ്റാക്ക് ആവുന്നു, പലപ്പോഴും ആൻജിയോപ്ലാസ്റ്റിയോ മറ്റും ചെയ്യേണ്ടി വരുന്നു. അപ്പോൾ പലരും ഈ ഹാർട്ട് ബ്ലോക്ക് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഈ രക്തക്കുഴലിനുള്ളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി അത് കാരണം രക്തയോട്ടം തടസ്സപ്പെട്ടിട്ട്, അതുപോലെ ഈ ബ്ലോക്കിൽ കൊളസ്ട്രോളിനൊപ്പം തന്നെ കാൽഷ്യവും മറ്റും അടിഞ്ഞുകൂടുന്നു. അതിലേക്ക് രക്തക്കട്ട വന്ന് ഫോം ചെയ്തിട്ട് ഹാർട്ട് അറ്റാക്ക് ആയി മാറുന്നു. ഈ ബ്ലോക്ക് വരാതെ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ ബ്ലോക്ക് വന്നാലോ പലരും സെർച്ച് ചെയ്യുക, ബ്ലോക്ക് വന്നാൽ മരുന്ന് കഴിക്കാതെ ബ്ലോക്ക് മാറ്റാൻ പറ്റുമോ, ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസ് സർജറി ഇല്ലാതെ ബ്ലോക്ക് മാറ്റും, ഇതൊക്കെ ആയിരിക്കും പലരും കോമൺ ആയിട്ട് സെർച്ച് ചെയ്യുന്ന ഒരു ടോപ്പിക്. കാരണം എല്ലാവർക്കും ബ്ലോക്കിനെ ഭയമാണ്. മരുന്ന് കഴിക്കാതെ എങ്ങനെ ബ്ലോക്കിൽ നിന്ന് രക്ഷപ്പെടാമെന്നായിരിക്കും നമ്മൾ ഭൂരിപക്ഷം ആൾക്കാർ നോക്കുന്നത്. ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ഈ രക്തക്കുഴൽ എന്ന് പറയുന്നത് ഒരു ട്യൂബാണെന്ന് സങ്കല്പിച്ചോളൂ, ഒരു എലാസ്റ്റിക് ട്യൂബ് പോലെ. ഈ എലാസ്റ്റിക് ട്യൂബിനുള്ളിലൂടെ ബ്ലഡ് ഒഴുകുന്നു. ഇതിന് തടസ്സം നേരിടുമ്പോഴാണ് ബ്ലോക്ക് ഉണ്ടാവുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഈ പൈപ്പ് ഒരുപാട് വർഷം ഉപയോഗിച്ച പഴയ പൈപ്പുണ്ട്, ലെഡ് പൈപ്പുകൾ, അതിനുള്ളിൽ അഴുക്ക് അടിഞ്ഞുകൂടി ആ വ്യാസം കുറഞ്ഞിട്ട് പലപ്പോഴും വെള്ളം ഒഴുകുന്നതിന് തടസ്സപ്പെടാറുണ്ട്. അതുപോലെ തന്നെയാണ് ഏറെക്കുറെ രക്തക്കുഴലിനുള്ളിലെ ബ്ലോക്കുകൾ പെരുമാറുന്നത്. ഇനി ബ്ലോക്ക് വരാതെ നോക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്കറിയാം, പാരമ്പര്യമായിട്ട് ഹൃദ്രോഗ സാധ്യത ഉള്ളവർക്ക് ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട്. 2, പ്രമേഹം, BP കൂടുതൽ, പുകവലിക്കുക, അമിതമായിട്ട് കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുക, ബ്ലഡിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുക, വ്യായാമം കുറയുക, സ്ട്രെസ്, അമിതവണ്ണം, ഇതെല്ലാം തന്നെ ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള കാരണങ്ങളാണ്. അപ്പോൾ ഇവയൊന്നും ഇല്ലെങ്കിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത കുറവാണ്. പിന്നെ ബ്ലോക്ക് വന്നാലോ, ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്, എല്ലാ ബ്ലോക്കിനും നമ്മൾ ഓപ്പറേഷനോ ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ആൻജിയോഗ്രാമോ മറ്റോ ചെയ്ത് നിർണ്ണയിക്കപ്പെടുന്ന ബ്ലോക്കിൽ 70% കൂടുതൽ വ്യാസത്തിന് തടസ്സം വരുന്ന ബ്ലോക്കുകൾ മാത്രം നമ്മൾ സാധാരണഗതിയിൽ ആൻജിയോപ്ലാസ്റ്റിയോ, കൂടുതൽ ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ ബൈപ്പാസോ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുള്ളൂ. അപ്പോൾ അത് ആദ്യം അറിഞ്ഞിരിക്കണം. 2 പറയുന്നത്, ഈ വന്ന ബ്ലോക്കുകൾ നമുക്ക് ബൈപ്പാസോ ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്യാതെ മാറ്റാൻ സാധിക്കുമോ? ആദ്യം പറയുന്നത്, വന്ന ബ്ലോക്കുകൾ മാറ്റാൻ ഒറ്റമൂലികളൊന്നുമില്ല. പലരും പറയാറുണ്ട്, മറ്റ് ജ്യൂസ് കുടിച്ചപ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒറ്റമൂലി കഴിച്ചപ്പോഴോ അല്ലെങ്കിൽ ഇഞ്ചി ഇങ്ങനെ കഴിച്ച് ബ്ലോക്ക് മാറി. ഇതിനൊന്നും ശാസ്ത്രീയമായിട്ട് യാതൊരു അടിസ്ഥാനവും തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നുകൂടെ അറിഞ്ഞിരിക്കണം. ബ്ലോക്ക് കണ്ടുപിടിച്ചു, ഈ വന്ന ബ്ലോക്ക് മരുന്നോ ചികിത്സയോ ഇല്ലാതെ അലിയിച്ച് കളയാൻ പറ്റുമോ? പലരും നോക്കുന്ന ഇതായിരിക്കാം. പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, ബ്ലോക്ക് 100% വന്നു, ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിരിക്കട്ടെ, ആ ഒരു സിറ്റുവേഷനിൽ ഈ ബ്ലോക്ക് അലിയിച്ച് കളയാനായിട്ടുള്ള മരുന്നുകൾ നൽകാറുണ്ട്. അത് എമർജൻസി ആയിട്ട് നൽകും. ഒരു ഹാർട്ട് അറ്റാക്ക് ആണ്, ത്രോംബോലൈറ്റിക് തെറാപ്പി എന്ന് പറയും. സ്ട്രെപ്റ്റോകൈനേസ്, TPA മുതലായ മരുന്നുകൾ കൊടുത്ത് അക്യൂട്ടായിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് വന്ന സിറ്റുവേഷനിൽ ബ്ലോക്ക് മാറ്റാനായിട്ട് നൽകാറുണ്ട്. ഇതല്ലാതെ ബ്ലോക്ക് കണ്ടുപിടിച്ച ഒരു വ്യക്തിയാണെന്നിരിക്കട്ടെ, ഈ ബ്ലോക്കുകൾ കംപ്ലീറ്റ് മാറ്റാൻ പറ്റും. ഒരു ഓട ക്ലീൻ ചെയ്യുന്നത് പോലെ ഹൃദയത്തിനുള്ളിലെ രക്തക്കുഴലുകൾ ക്ലീൻ ചെയ്ത് ബ്ലോക്ക് മുഴുവൻ മാറ്റാൻ പറ്റുമോ? അങ്ങനെയുള്ള പഠനങ്ങളോ അങ്ങനെ കഴിയുന്ന മരുന്നുകളോ അങ്ങനെയുള്ള ഒറ്റമൂലികളോ ഒന്നും തന്നെ ഇല്ല. ഇനി ബ്ലോക്കുകൾ കണ്ടുപിടിച്ചു എന്നിരിക്കട്ടെ, നമുക്ക് 3 ചികിത്സാ രീതികളാണുള്ളത്. മരുന്ന് കഴിക്കുക, ആവശ്യമാണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുക, ആവശ്യമാണെങ്കിൽ ബൈപ്പാസ് ചെയ്യുക. ഇതിൽ ഏറ്റവും പ്രധാനം, മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. എല്ലാ ബ്ലോക്കുകൾക്കും ആൻജിയോപ്ലാസ്റ്റിയോ ബൈപ്പാസോ ആവശ്യമില്ല. ആസ്പിരിൻ പോലുള്ള മരുന്നുകൾ, എക്കോസ്പിരിൻ, ക്ലോപ്പിഡോഗ്രൽ, ഇത്തരത്തിലുള്ള മരുന്നുകൾ പലപ്പോഴും ഈ ബ്ലോക്ക് വർദ്ധിക്കാതിരിക്കാനും വന്ന ബ്ലോക്കിനുള്ളിലേക്ക് രക്തക്കട്ട വന്ന് അതൊരു ഹാർട്ട് അറ്റാക്കിലേക്കോ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ അഞ്ചൈനയിലേക്കോ പോകാതിരിക്കാൻ സഹായിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള മരുന്ന് കൃത്യമായിട്ട് ബ്ലോക്കുള്ള ആൾക്കാർ കഴിക്കണം. 2 പറയുന്നത്, കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നുകളാണ്. ഈ ബ്ലോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൊളസ്ട്രോൾ തന്നെയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് നല്ല ഡോസിൽ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്ന ആൾക്കാരിൽ വന്ന ബ്ലോക്കുകൾ ഒരളവ് വരെ ചുരുങ്ങുന്നതായിട്ട് പഠനങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട്. ഹൃദയത്തിലെ രക്തക്കുഴലിനുള്ളിലേക്ക് അൾട്രാസൗണ്ട്, ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന മരുന്നുകൾ രോഗികളിൽ കൊടുത്തിട്ട് ചെയ്തുള്ള പഠനങ്ങളിൽ ബ്ലോക്കുകൾ, കൊളസ്ട്രോളിൻ്റെ മരുന്ന് നല്ല അളവിൽ കൊടുത്ത് ദീർഘനാൾ കഴിക്കുന്ന ആൾക്കാരിൽ ഈ ബ്ലോക്കുകൾ ചുരുങ്ങുന്നതായിട്ടോ അല്ലെങ്കിൽ രക്തക്കുഴലിൻ്റെ വ്യാസം ബ്ലോക്കുള്ള ഭാഗത്ത് കുറച്ച് വികസിച്ച് ആ രക്തയോട്ടം കുറച്ചുകൂടെ സുഗമമാവുന്നതായിട്ടോ പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കൊളസ്ട്രോളിൻ്റെ മരുന്ന് കഴിക്കുമ്പോൾ ബ്ലോക്ക് ഒരു പരിധിവരെ കുറയ്ക്കും, ബ്ലഡിലെ കൊളസ്ട്രോളും കുറയ്ക്കും. അതുപോലെ തന്നെ നല്ലൊരു ജീവിതശൈലി പിന്തുടരുന്ന ആൾക്കാരിൽ, അത് ഭക്ഷണക്രമത്തിലെ വ്യത്യാസമായിരിക്കാം, കൂടുതലായിട്ട് വെജിറ്റബിൾസ് കഴിക്കുക, ഫ്രൂട്ട്സ് കഴിക്കുക, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് കുറയ്ക്കുക, അതുപോലെ തന്നെ നല്ലവണ്ണം വ്യായാമം ചെയ്യുക, ഇങ്ങനെ ദീർഘനാളായിട്ട് നല്ല ജീവിതചര്യ ഫോളോ ചെയ്യുന്ന ആൾക്കാരിൽ ഈ ബ്ലോക്കുകൾ പലപ്പോഴും കൂടാതിരിക്കുകയും ചില പഠനങ്ങളിൽ ബ്ലോക്കുകൾ ചെറിയൊരളവിൽ ഇംപ്രൂവ് ചെയ്യുന്നതായിട്ടും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇതിന് ഒറ്റമൂലി, ഇപ്പോൾ കുറച്ച് ജ്യൂസ് കഴിച്ചെന്നോ അല്ലെങ്കിൽ ഇതിന് ഒറ്റമൂലി കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ വന്ന ബ്ലോക്ക് ഒന്നും മാറില്ല. പക്ഷേ ഈ ജ്യൂസും ഇതൊക്കെ നല്ലൊരു ജീവിത രീതിയുടെ ഭാഗമായിട്ട് കൂടുതൽ വെജിറ്റബിൾസ് മറ്റും കഴിക്കുന്നതിനൊപ്പം ചെയ്യുമ്പോൾ, ദീർഘനാൾ ചെയ്യുമ്പോൾ ഒരു ചെറിയ അളവ് വരെ ബ്ലോക്കുകൾ കുറഞ്ഞിട്ടുണ്ട്.
പക്ഷെ അറിഞ്ഞിരിക്കേണ്ടത് ഈ വന്ന ബ്ലോക്കുകൾ സീരിയസ് ആയിട്ടുള്ള ബ്ലോക്കുകളാണെങ്കിൽ അതിന് ഒറ്റമൂലി മാത്രം കഴിച്ചു നടന്നു എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഒന്നും മാറണമെന്ന് യാതൊരു തെളിവും യാതൊരു പഠനങ്ങളിലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ബ്ലോക്ക് നല്ല ടൈറ്റ് ബ്ലോക്ക് ആണെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്താലേ പലപ്പോൾ സ്റ്റെൻഡ് ഇട്ടാലേ ആ ബ്ലോക്ക് മാറാറുള്ളൂ. ഇനി ഒരുപാട് ബ്ലോക്കുകൾ സീരിയസ് ആയിട്ടുള്ള ബ്ലോക്കുകളുണ്ട്, ബൈപ്പാസ് ആവശ്യമാണെങ്കിൽ അക്കാര്യത്തിൽ തീർച്ചയായിട്ടും ബൈപ്പാസിന് ഡോക്ടർ പറയുന്ന പോലെ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ബ്ലോക്ക് വന്ന ആൾക്കാരിൽ നമ്മൾ ഒരു ഓട ക്ലീൻ ചെയ്യുന്നത് പോലെ അങ്ങ് ഉൾവശത്ത് മുഴുവൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കാനൊന്നും സാധിക്കില്ല. അങ്ങനെയുള്ള ചികിത്സാ രീതി ഒന്നും തന്നെ നിലവിലില്ല. ബ്ലോക്ക് വന്നാൽ അത് കൃത്യമായിട്ട് ചികിത്സിക്കണം. ആ ചികിത്സയോടൊപ്പം ഈ പറഞ്ഞ പോലെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യുക, കൊളസ്ട്രോൾ കുറയ്ക്കുക, ഇതെല്ലാം ബ്ലോക്കുകൾ നിയന്ത്രിച്ച് നിർത്താനായിട്ട് നല്ലൊരളവ് വരെ സഹായിക്കും. ശരീരത്തിലെ രക്തക്കുഴലുകൾ എന്ന് പറഞ്ഞാൽ ഒരു എലാസ്റ്റിക് ട്യൂബ് പോലാന്ന് പറഞ്ഞു. ഇതിനകത്ത് ഒരു പരവതാനി വിരിച്ചതുപോലെ ഒരു ലെയർ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആവരണമുണ്ട്. ഇതിനെ നമ്മൾ എൻഡോത്തീലിയം എന്ന് പറയുന്നു. ഈ എൻഡോത്തീലിയം വളരെ സ്മൂത്തും നല്ലവണ്ണം പ്രവർത്തിക്കുമ്പോൾ രക്തക്കുഴലുകൾ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു, ബ്ലോക്കുകൾ വരാതിരിക്കുന്നു. ഈ പരവതാനി പോലെ വിരിച്ചിരുന്ന എൻഡോത്തീലിയത്തിലേക്ക് കൊളസ്ട്രോളും മറ്റും അടിഞ്ഞു കൂടി അത് ബ്ലോക്കായിട്ട് മാറുമ്പോഴാണ് ഹാർട്ട് അറ്റാക്കും മറ്റ് രക്തക്കുഴലുകളുടെ രോഗവും സ്ട്രോക്കും മറ്റും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ബ്ലോക്ക് വരാതിരിക്കാൻ, ഈ പരവതാനിയെ നല്ലവണ്ണം സൂക്ഷിക്കാനായിട്ട് നല്ലൊരു ജീവിത രീതി, നല്ലൊരു ജീവിതശൈലി, അതുപോലെ ഷുഗർ പോലുള്ള രോഗങ്ങൾ വരാതിരിക്കുക, ഇത്തരം കാര്യങ്ങൾ വളരെ ഹെൽപ്ഫുള്ളാണ്. പക്ഷെ വന്ന ബ്ലോക്കുകൾ ചികിത്സ ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ചികിത്സിക്കുക. അങ്ങനെ നല്ലൊരു ആരോഗ്യം നിലനിർത്താനും ആയുസ് നിലനിർത്താനും ബ്ലോക്കുകൾ കൃത്യമായിട്ട് ചികിത്സിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പുകവലിയുള്ള ആൾക്കാരിൽ, പുകവലി കാരണം ബ്ലോക്കുകൾ ഉണ്ടാകുന്ന ആൾക്കാരിൽ ഈ പുകവലി നിർത്തിക്കഴിഞ്ഞാൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ബ്ലോക്കുകൾ മാറുന്നതായിട്ട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് എന്ന് പറയുന്നത് പല കാര്യങ്ങളുടെ ഒരു ആകത്തുകയാണ്. ജനിതകം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ബ്ലോക്ക് വരാൻ സാധ്യതയുള്ളവർ, രണ്ട് നമ്മുടെ ജീവിത രീതിയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിപ്പ്, അതുപോലെ തന്നെ മറ്റ് രോഗങ്ങൾ, പ്രമേഹം പോലുള്ള, ഇവ മൂന്നും ചേരുമ്പോഴാണ് ബ്ലോക്ക് വരുന്നത്. അപ്പം നല്ലൊരു ജീവിത രീതിയിലൂടെ ബ്ലോക്ക് വരാതെ നോക്കുക എന്നുള്ളതായിരിക്കണം നിങ്ങളുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ഇനി വന്നാലോ കൃത്യമായി ചികിത്സിക്കുക, ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറയുള്ള ചികിത്സാ രീതികൾ പിന്തുടരുക. താങ്ക് യു.